ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ എടുക്കാമെന്ന് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ആലപ്പുഴ വീട്ടിൽ ഇന്ന് രാവിലെയാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ 2-3 തവണയായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് മുറി ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്ന്. സാധാരണ നടിച്ച് വാരി പോകുന്നതേ ഉള്ളൂ, അല്ലാതെ ഡീപ്പ് ക്ലീൻ ചെയ്യാറില്ല. കുറച്ച് നാളായി ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്നൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തേക്കാമെന്ന്. അപ്പോൾ മുറിയിൽ തന്നെ 3 മിററുണ്ട്, 2 കബോർഡ്സും ഉണ്ട്. അപ്പോൾ കബോർഡല്ല, അലമാരയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലപോലെ അതിൻ്റെ ചില്ലൊക്കെ തുടച്ച് മേലൊക്കെ തുടച്ച് വൃത്തിയാക്കി ബെഡൊക്കെ മേക്ക് ചെയ്തു. പിന്നെ നമുക്കൊരു ടേബിളുണ്ട് റൂമിൽ. ടേബിളിലാണെങ്കിൽ ഓരോ സാധനങ്ങൾ വാരി വലിച്ചിട്ടേക്കുമായിരുന്നു കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ ഇല്ലല്ലോ. ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യുന്നത് കൊണ്ടിട്ട് ബാക്കി ദിവസങ്ങളിൽ എറണാകുളത്തായിരിക്കും. ചിലപ്പോൾ വീക്കെൻഡ്സിൽ 2 ദിവസമൊക്കെ നമ്മൾ കാണുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ 3 ദിവസമൊക്കെ കാണുള്ളൂ. അപ്പോൾ നമുക്കിത് ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല. അപ്പോൾ ഇന്ന് എന്താണെങ്കിലും ടൈം കണ്ടെത്തി ഞാനതങ്ങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ കിയാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അമ്മ കുക്കിങ്ങിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇവനെ നോക്കണമായിരുന്നു. ഇവനെ നോക്കുന്നതാണ് ഏറ്റവും പാട്. ഒന്ന് കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങി ഓടും. അത് മുറ്റത്തേക്ക് ഓടിയാൽ പ്രശ്നമില്ല, ലോക്ക്ഡാണ്, ഗേറ്റ് ലോക്ക് ചെയ്തിട്ടേക്കാണ്. എന്നാലും എവിടെയെങ്കിലും എന്തെങ്കിലും കയറി കടിച്ചാലോ എന്തെങ്കിലും പട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇവൻ പട്ടിക്കൂട്ടിലോട്ടൊക്കെ കയറി ചെല്ലും. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ ഒരു പേടി. പിന്നെ ഈ ടേബിളിന് മുകളിൽ കയറുന്ന ഡാൻസ് കളിക്കും, അത് വേറൊരു പേടി. അപ്പോൾ അതുകൊണ്ടിട്ട് അവനെ നോക്കാമെന്നുള്ളതാണ് മെയിൻ കാര്യം. അപ്പോൾ അടിച്ചു വാരി തുടച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും ടെൻഷൻ കൊണ്ടൊന്ന് പുറത്ത് പോയായിരുന്നു. എന്തിന്? ബമ്പർ എടുക്കാൻ. ഒരാവശ്യമില്ലായിരുന്നു. നമ്മൾ ഒരു ബമ്പർ എടുക്കാൻ പോയത് നമ്മൾ 2 ബമ്പർ എടുത്തിട്ടാണ് കേട്ടോ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. എത്തിയപ്പോഴത്തേക്കും അമ്മ ഒരു കൊല പഴം എടുത്ത് കയ്യിലേക്ക് തന്നിട്ട് പറഞ്ഞു, ഇത് മോളെ കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ. നമ്മുടെ പറമ്പിൽ ഉണ്ടായതാണെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അധികം പഴമൊന്നും കഴിക്കാറില്ല, എന്നാലും അമ്മയുടെ സന്തോഷത്തിന് പറഞ്ഞാൽ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ സൈഡിൽ നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ കിയാനുമായിട്ട് മൽപ്പിടുത്തമായിരുന്നു. ഞാൻ ഭയങ്കര വാശിയായിരുന്നു കേട്ടോ ഇത്തവണ. കിയാനു ഉറക്കി കിടത്തിയിട്ട് ഒരു 2 മണിയൊക്കെ ആയിട്ടോ ഞാനും ടോണിച്ചേട്ടനും ലഞ്ച് കഴിച്ചപ്പോഴത്തേക്കും അമ്മ അവനെ നോക്കാൻ വേണ്ടിയിട്ട് റൂമിലിരുന്നു. ആ ഗ്യാപ്പിൽ നമ്മൾ വന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഉച്ചയൂണിൻ്റെ വീഡിയോ ഞാൻ വേറെ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. കാരണം അന്ന് കുറച്ച് സ്പെഷ്യൽസൊക്കെ ഉണ്ടായിരുന്നു. അത് നമുക്ക് പോർക്കും പിന്നെ തലക്കറിയും പുഴുക്കും മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇതൊക്കെ കൂട്ടി വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? സാധാരണ എന്താ ചെയ്യാറ്? കിടന്നുറങ്ങി. നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങി കേട്ടോ. ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്കും ഉണ്ടടാ നല്ല മഴ. അതുപോലെ ഒരു മഴ ഈ അടുത്ത് പെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. ആലപ്പുഴയിലൊക്കെ നല്ല മഴയായിരുന്നു ആ 2 ദിവസം. രാവിലെ ഒന്നും വലിയ കുഴപ്പമുണ്ടായില്ല. ഈ വൈകുന്നേരം തുടങ്ങിയ മഴ പിറ്റേ ദിവസം രാത്രി വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് സാറ്റർഡേ തുടങ്ങിയ മഴ സൺഡേ നൈറ്റ് വരെ നല്ലപോലെ പെയ്തു കേട്ടോ. മഴ പെയ്യുന്ന കണ്ടപ്പോഴത്തേക്കും ഒരു ഭാഗത്ത് എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ടോണി ചേട്ടൻ വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കാൻ പോകത്തില്ല, നമ്മുടെ കൂടെ ഉണ്ടാവും കേട്ടോ. പക്ഷെ നമ്മുടെ കൂടെ ഉണ്ടായിട്ടും വേറെ കാര്യമില്ല, നമുക്ക് പുറത്തേക്കും പോകാനും പറ്റില്ല, മഴയാണല്ലോ. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട പോലെ മഴ പെട്ടെന്ന് അങ്ങ് കുറഞ്ഞു കേട്ടോ. നല്ലപോലെ കുറഞ്ഞ്. അപ്പോൾ നമ്മൾ ഓർത്ത് എന്നാൽ പിന്നെ പുറത്ത് പോകാം. ടോണി ചേട്ടന് യൂണിഫോം സ്റ്റിച്ച് ചെയ്തതൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. പോകുന്ന വഴിക്ക് പിന്നെയും മഴ പെയ്തു കേട്ടോ. വലിയ മഴയല്ല, ചെറിയ പൊടിമഴയായിരുന്നു. അപ്പോൾ നമ്മൾ കിയാനെ നമ്മുടെ നടുക്കിരുത്തിയിട്ട് പൊതിഞ്ഞൊക്കെ പിടിച്ചങ്ങ് പോയി. എന്നാലും അവന് ആ മഴ കൊണ്ടതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു തുമ്മലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ 2 ദിവസം. പോകുന്ന വഴിക്ക് നമ്മൾ തുമ്പോളി കടപ്പുറത്ത് ഇറങ്ങിയായിരുന്നേ. അവിടെ കുറച്ച് നേരം കിയാനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തി. അവന് ഭയങ്കര സന്തോഷമായിട്ടോ. അവിടെ ചെന്നിട്ട് ഓടിക്കളിയായിരുന്നു ആശാൻ. ഇങ്ങനെ കാക്കകളൊക്കെ വന്നിങ്ങനെ നിലത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ അതിനെ പിടിക്കാനായിട്ടും പിന്നെ അവിടെ ബോട്ടൊക്കെ കയറ്റി വെച്ചിരിക്കുന്നുണ്ട്, അതിലൊക്കെ നിറച്ചും കാക്ക വന്നിരിക്കുമായിരുന്നു. കാക്കേനെ അവൻ ഓടി ചെല്ലുമ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവൻ അതിൻ്റെ പുറകെ ഒരുപാട് നേരം ഓടി കേട്ടോ. പിന്നെയും മഴയുടെ ഒരു കോള് കണ്ടപ്പോഴത്തേക്കും നമ്മൾ പോരാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ഇപ്പോൾ സമയം ശരിക്കും പറഞ്ഞാൽ ഒരു 6:15 ആയിട്ടുള്ളൂ. പക്ഷേ ഭയങ്കര ഇരുട്ടായിരുന്നേ. അപ്പോൾ തിരിച്ച് പോരുന്ന വഴിക്കാണ് നമ്മുടെ ആലപ്പുഴ ശവക്കോട്ടപ്പാലത്തിൻ്റെ അടുത്ത് ഒരു ചേച്ചി ബൺ മസ്കയും ഇറാനി ചായയും കൊടുക്കുന്ന കണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അതും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വേറൊരു ഷോർട്ട്സായിട്ട് ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ നമ്മൾ അവിടെ നിന്ന് പാർസൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നേരെ അവരുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്ന് കുറച്ച് നേരം സംസാരിച്ചിരുന്നപ്പോഴത്തേക്കും ഇനി അടുത്ത മഴ വരുന്നേക്കുമ്പോൾ വീട്ടിൽ കയറാമെന്ന് പറഞ്ഞുകൊണ്ട് ടോണിച്ചേട്ടൻ നമ്മളായിട്ട് വീട്ടിലേക്ക് പോന്നു. നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ടോണിച്ചേട്ടൻ വീണ്ടും ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് കളിക്കാൻ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇനി നാളത്തെ കളി നടക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോയേക്കുവാണ്. അപ്പോൾ രാത്രി പെട്ടെന്ന് വരാമെന്നൊക്കെ പറഞ്ഞ് ആശാൻ പോയിട്ടുണ്ട് കേട്ടോ. ആ ടൈമിൽ ഞാനും പപ്പയും അമ്മയും കൂടെ കുറച്ച് നേരം മറ്റേ മ്യൂസിക്കൽ വൈഫ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട് ഫ്ലവേഴ്സ് TV-യിൽ, അത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും എൻ്റെ ജഡ്ജസായിട്ട് കുറേ നേരം പെർഫോം ചെയ്യുമായിരുന്നു. ആ ഗ്യാപ്പിൽ നമ്മുടെ ആശാൻ ഇവിടെയൊക്കെ നടത്തി കളിക്കുന്നുണ്ട്. അവന് ഞാൻ ഫുഡും കൊടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി രാത്രി കിയാന
ഉറക്കാനായിട്ടുള്ള പരിപാടികളാണ്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ കഴിച്ചിട്ടില്ല, ടോൺ ചേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മളെല്ലാവരും ഉറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ പോയതാണ്. പക്ഷേ രാത്രി ആയപ്പോഴത്തേക്കും ഇവൻ ഉറങ്ങുന്നേ ഇല്ല. പിന്നെ പോയി അമ്മയുടെ റൂമിൽ പോയി അമ്മയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇരുന്ന് കളിക്കുന്ന പരിപാടിയാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഒരു 10:45 ആയപ്പോൾ അമ്മയും പോയി കിടന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.